ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു സാന്ത്വനം 2 എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ രവി തലവഴി വെള്ളം ഒഴിച്ചിട്ട് മീനാക്ഷിനെ പൂർണ്ണമായിട്ടും ഒഴിവാക്കുന്ന രീതിയിൽ അവിടെ നിന്ന് ഇറങ്ങി പോകുക കേട്ടോ. അതിനുശേഷം ബാലൻ ദേഷ്യത്തോട് കൂടി തന്നെ അകത്തേക്ക് കയറി പോവാണ്. മീനാക്ഷി മുറ്റത്ത് ഇങ്ങനെ കരയുന്നുണ്ട്. ബാലനകത്ത് കയറി പോകുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ നെഞ്ചുവേന വന്നിട്ട് അവിടെ പെട്ടെന്ന് കസേരയിൽ ഇരിക്കണം. അയ്യോ ബാലേട്ട എന്ത് പറ്റി എന്ന് ചോദിച്ചിട്ട് ഗോമതിയും എല്ലാവരും കൂടി മുന്നിൽ കൂടുന്നുണ്ട്. എനിക്കൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ലെന്ന് പറയാണ്. പെട്ടെന്ന് എല്ലാ പ്രശ്നവും കൂടി അച്ഛനാണെങ്കിൽ തന്നെ വിട്ടുപോയി. ഈ ആകാശിന്റെ അച്ഛനെങ്കിൽ ഇങ്ങനെ സംഭവിച്ചിരുന്നു ആലോചിച്ചിട്ട് മീനാക്ഷി കരയുന്ന സമയത്ത് നമ്മുടെ ആകാശ് മീനാക്ഷിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് മീനാക്ഷി കരയല്ലേ എന്ന് പറയുമ്പോഴേക്കും അമ്മ പറയട്ടെ, എടാ അച്ഛനോട് വയ്യാതിരിക്കുക, ഞങ്ങളെല്ലാവരും വിഷമിച്ചിരിക്കുക, അപ്പൊ നമ്മുടെ കണ്ടിരുന്ന് നിനക്ക് കാണാൻ വയ്യ, മീനാക്ഷി കണ്ടാൽ നിനക്ക് വല്ല കാര്യം അല്ലേ എന്ന് ചോദിക്കണം അമ്മ. അതിനുശേഷം നീ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ ഗോമതിനെ വിളിക്കാണ് ബാലൻ. നോക്ക്, നമുക്ക് നമ്മളേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ പോകുവാണ് കടയിലേക്ക്. അയ്യോ ഹോസ്പിറ്റലിൽ പോകുകയാളിയാ എന്ന് പറയുമ്പോൾ വേണ്ട, എനിക്ക് ഹോസ്പിറ്റലിൽ പോകണ്ട, കുഴപ്പമൊന്നുമില്ല എന്ന് പറയുവാണ്. അതിനുശേഷം അയ്യോ പ്ലീസ് അറിയാ ഹോസ്പിറ്റലിൽ പോവാം. അച്ഛൻ ആനന്ദ് പറയുന്നുണ്ട്, അച്ഛാ ഹോസ്പിറ്റലിൽ പോവാ അച്ഛൻ, എന്താ അച്ഛാ എന്നൊക്കെ ചോദിക്കുമ്പോൾ എടാ എനിക്ക് കുഴപ്പമില്ല, എനിക്ക് അവിടെ സ്റ്റോഴ്സിൽ പോയിട്ട് ഗോമതി സ്റ്റോഴ്സിൽ പോയിട്ട് അവിടെ കസേരയിൽ ഇരുന്ന് കഴിഞ്ഞാൽ അതിനേക്കാൾ സമാധാനം കിട്ടുന്ന സ്ഥലം വേറെ ഇല്ല, ഞാൻ അവിടെ നിന്ന് പോയി ഇരിക്കട്ടെ, കുഴപ്പമൊന്നുമില്ല, എനിക്ക് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട എന്ന് പറയട്ടെ ബാലൻ അവിടെ നിന്ന് കണ്ണ് നിറഞ്ഞിട്ട് ഇറങ്ങി പോകുക കേട്ടോ. അതിനുശേഷം ബാലൻ ഗോമതി സ്റ്റോഴ്സ് എത്തുമ്പോഴേക്കും അവിടെ പലചരക്കടയിലെ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി ഒത്തിരി പേര് നിൽക്കുന്നുണ്ട്. അവരെല്ലാവരും ബാലൻ ഓരോരോ കുത്തുവാക്കുകൾ പറഞ്ഞ് വേദനിപ്പിക്കുക കേട്ടോ. മക്കളെ എന്ത് നല്ല കാര്യത്തിൽ വളർത്തിയത്, മക്കളൊക്കെ വഴിതെറ്റി പോവാണല്ലോ ബാലേട്ട എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ തൻ്റെ മോനിന് ഇതിൻ്റെ വലിയ ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിച്ച് വേറൊരു ചേട്ടൻ ചോദിക്കുന്നുണ്ട്. കഷ്ടം എന്നൊക്കെ പറയാട്ടോ. എല്ലാവരും ചില പെണ്ണുങ്ങളൊക്കെ ഇന്ന് ചിരിക്കുന്നുണ്ട്. ബാലന് ആകെ വിഷമമാണ്. ബാലനോടെ പോകുമ്പോഴേക്കും നമ്മുടെ ആനന്ദ് അവിടെ ഉണ്ട് കേട്ടോ. നീ എന്താ ഇന്ന് വർക്കിന് പോയില്ല? ഇല്ല അച്ഛാ, ഞാനിന്ന് ലീവ് എടുത്തു. എന്തിനാ മോനെ നീ ലീവ് എടുത്തത്? നീ പഠിക്ക് പോയിക്കോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയണം. പെട്ടെന്ന് തന്നെ ആനന്ദ് അച്ഛനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ അച്ഛൻ ബാലൻ പെട്ടെന്ന് പൊട്ടിക്കരിഞ്ഞു പോകുക കേട്ടോ. അതേസമയം നമ്മുടെ ആര്യൻ്റെ അടുത്ത് കൂട്ടുകാർ പറയുന്നുണ്ട്, എടാ ആര്യ, നീ ഞങ്ങൾ എത്രമാത്രം ഓരോരോ സഹായിച്ചിട്ടുണ്ട്, നിനക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നം വരുമ്പോൾ ഞങ്ങൾക്ക് സഹായിക്കണം, ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്, നിന്റെ അച്ഛനെ ഞങ്ങൾ പോയി കണ്ട് സംസാരിക്കാം. വേനടാ അച്ഛൻ അങ്ങനെ നിങ്ങൾ പറഞ്ഞാലും നിങ്ങളെയും കൂടി ചവിട്ടി പുറത്താക്കും, അച്ഛൻ്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയാലോ, റോഡരികിൽ ഒരു പ്രശ്നം വഴക്കുണ്ടാക്കിയാൽ ഞാൻ അതിൻ്റെ അടുത്തോടി പോയാൽ മതി, ഞാനാണ് ആ വഴക്ക് ഉണ്ടാക്കിയെന്ന് പറയും. ഇപ്പം നിങ്ങൾ പഠിത്തത്തിൽ ഏതെങ്കിലും ഒരു വിഷയത്തിന് തോറ്റുവന്നിരിക്കട്ടെ, അതിൻ്റെ കാരണം ഞാനാണെന്ന് പറയും. എന്തിനാണ് വെറുതെ എനിക്ക് വേണ്ടി വഴക്ക് കൊള്ളാൻ പോകുന്നത്? എടാ അളി അങ്ങനെയല്ലടാ, നിന്റെ അച്ഛനൊന്ന് കണ്ട് സംസാരിക്കാം, നിന്റെ അച്ഛൻ്റെ സ്വഭാവം ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം നമ്മുടെ ആകാശും അതുപോലെ മാമനും കൂടി അങ്ങോട്ട് വരുന്നുണ്ട്. ആകാശം പെട്ടെന്ന് പൊട്ടിക്കരയടാ, ആര്യ എനിക്ക് വേണ്ടി നീ പുറത്തു പോയിട്ട് വന്നല്ലോടാ. അതൊന്നും കുഴപ്പമില്ല ചേട്ടാ, എന്നെ പുറത്താക്കിയിട്ട് കുഴപ്പമില്ല, ചേട്ടനെ മീനാക്ഷിനെ പുറത്താക്കിയെങ്കിൽ നിങ്ങൾ എവിടെ പോകുമായിരുന്നു, എനിക്ക് വേണ്ടി വിഷമമൊന്നും ഇല്ല എന്ന് പറയുകയാണ്. അപ്പോഴേക്കും ആകാശം പെട്ടെന്ന് ആര്യനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. രാത്രി ആകുമ്പോഴേക്കും നമ്മുടെ ഗോമതി ആകെ വിഷമിച്ചിരിക്കുകയാണ്. ഗോമതിയുടെ അടുത്ത് അമ്മ വരുന്നുണ്ട്. മതിലിൻ്റെ അപ്പറെ മോളെ എന്ന് വിളിക്കുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ ഗോമതി ഓടിപ്പോവാണ്. ആരൊക്കെ എൻ്റെ കൂടെ ഉണ്ടായാലും എൻ്റെ അമ്മ അടുത്തുണ്ടാവണ പോലെ ആവില്ല എന്ന് പറഞ്ഞിട്ട് കരയാണ്. നീ ഇപ്പം എന്തിനാ ഇങ്ങനെ മാത്രം വിഷമിക്കണത്, അതിന് മാത്രം എന്ത് പ്രശ്നം ഉണ്ടായെന്ന് ചോദിക്കുമ്പോൾ എന്നാലും ആകാശം അങ്ങനെ ചെയ്ത് ഞങ്ങൾ വിചാരിച്ചില്ല അമ്മയെന്ന് പറയുമ്പോൾ, എടി നമ്മുടെ മക്കള് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ കല്യാണം നടക്കണമെന്ന് നമ്മൾ വിചാരിക്കും, പക്ഷെ അവരുടെ ആഗ്രഹം വേറെയാണെങ്കിലോ, എന്നുവെച്ചാൽ അവർ ചെയ്തത് തെറ്റാണെന്ന് മാത്രം വിചാരിക്കരുത്, എല്ലാത്തിലും തെറ്റ് മാത്രം കണ്ടുപിടിക്കല്ലേ ഗോമതി, നിന്റെ പണ്ടോട്ടുള്ള സ്വഭാവമാണ്, എല്ലാത്തിലും തെറ്റ് മാത്രം കണ്ടുപിടിക്കും, അതിൽ നല്ലതുകൂടി നീ കണ്ടുപിടിക്കും. നോക്ക്, ആ പെൺകുട്ടി നല്ലൊരു കുട്ടിയാണെന്ന് എനിക്ക് തോന്നുന്നത്, നീ അവളെ മോളെ പോലെ തന്നെ സ്നേഹിക്കണം കേട്ടല്ലോ, അവളെ വിഷമിപ്പിക്കാനൊന്നും പാടില്ല. ഒരു കണക്കിന് നോക്കിക്കഴിഞ്ഞാൽ നിനക്കിപ്പോൾ പിള്ളേരുടെ എണ്ണം കൂടിയില്ലേ, അത് നല്ലൊരു കാര്യമല്ലേ. ബാലൻ്റെ ബാക്കി പറഞ്ഞ ഈ കച്ചവടം നിനക്ക് പൂർണ്ണമായിട്ട് ലാഭമാണെന്ന് പറയുമ്പോൾ നമ്മുടെ ഗോമതി പെട്ടെന്ന് പൊട്ടിക്കറിയായിട്ടോ. ഇടി നീ ഇങ്ങനെ വിഷമിക്കല്ലേ, അതിന് മാത്രം ഒന്നും സംഭവിച്ചില്ല. 28 വർഷം മുമ്പ് നീ ബാലൻ്റെ കൂടെ ഇറങ്ങിപ്പോയപ്പോൾ ഞങ്ങൾക്ക് ഈ വിഷമം ഉണ്ടായിരുന്നു, ആ കാലത്തൊക്കെ തിരിഞ്ഞു വരുമെന്ന് വിചാരിച്ചാൽ മതി. അങ്ങനെ അതിൻ്റെ ആകാശം കൊണ്ടുവന്ന പെണ്ണും ആകാശം തെറ്റ് ചെയ്യുന്നത് മാത്രം നിങ്ങൾ ഒരിക്കലും അങ്ങനത്തെ രീതിയിൽ അവരെ കാണരുത്. നോക്ക്, അവർ നിങ്ങളെ സ്നേഹിക്കണം, അവർക്ക് നിങ്ങളേ ഉള്ളൂ കേട്ടല്ലോ, എൻ്റെ മോൾ വിഷമിക്കുമെന്ന് വേണ്ട എന്ന് പറഞ്ഞിട്ട് അമ്മ അവിടെ നിന്ന് പോകുക കേട്ടോ. ഗോമതി കണ്ണു തുടച്ച് അകത്തേക്ക് കയറുന്നുണ്ട്. ആ സമയം അനുവിൻ്റെ അടുത്ത് ചേച്ചി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എടി ഞാൻ വീട്ടിൽ പോവാ, ചേട്ടൻ ഇങ്ങോട്ട് വരുന്നില്ലെന്നാ പറഞ്ഞത്, അമ്മയുടെ അച്ഛൻ്റെ വിഷമം കാണാൻ വയ്യത്രേ, എന്തായാലും ഞാൻ പോട്ടെ. എടി നിന്റെ കമ്മല് കൊള്ളാലോ, ഇത് സൂപ്പർ കമ്മലാണല്ലോ, പുതിയത് വാങ്ങിച്ചതാണോ? അച്ഛൻ വാങ്ങിച്ചെന്ന് ആയിരിക്കുമല്ലേ, അച്ഛനോട് ഞാൻ ചോദിക്കുന്നുണ്ട് എന്നിങ്ങനെ പറയുവാണ്. ആ സമയത്ത് അങ്ങോട്ടേക്ക് മീനാക്ഷി വരണ്ട, ഹലോ എന്ന് പറഞ്ഞ് വരുവാ കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ചേച്ചി ഞാൻ പോകുവാടി എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുവാണ്. അപ്പോഴേക്കും അമ്മ വരുന്നുണ്ട്. എന്താ അനുമോളെ, നീ എന്തിനാ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞ് വഴക്ക് പറയണം. അനു നിനക്ക് വേറെ പണിയൊന്നുമില്ലേ, അകത്ത് പോ എന്ന് പറയാം കേട്ടോ. അങ്ങനെ അനു അകത്തേക്ക് പോവാണ്. മീനാക്ഷി അവിടെ വിഷമിച്ച് നിൽക്കുക കേട്ടോ. ശേഷം ബാലൻ വരുന്നുണ്ട്.
ബാലനും അതുപോലെ തന്നെ മാമനും കൂടി പണി കഴിഞ്ഞ് വരുവാണ്. അതിനുശേഷം പറയണ്ട, എല്ലാവരും എന്താ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്, ഭക്ഷണം കഴിക്കാം എന്നിങ്ങനെ പറയുകയാണ്. ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല, എല്ലാം പഴയ പോലെ തന്നെ. ഗോമതി ഭക്ഷണം എടുക്കുക എന്നിങ്ങനെ പറയുവാണ്. അങ്ങനെ നമ്മുടെ ഗോമതി എല്ലാവർക്കുള്ള ഭക്ഷണം എടുക്കുക കേട്ടോ. അതേ സമയം നമ്മുടെ ആര്യനാണെങ്കിൽ റൂമിലാകെ ഹെഡ്സെറ്റൊക്കെ വെച്ച് പാട്ട് കേട്ടിരിക്കുവാണ്. ആ സമയത്ത് രാമേട്ടൻ വരുന്നുണ്ട്. നീ വിരഹഗാനം കേട്ട് വിഷമിച്ച് കിടക്കുവാണ്. ആര്? ഞാനോ? വിരഹഗാനമോ? കേട്ട് നോക്കുന്നുണ്ട്. ഹെഡ്സെറ്റ് വെച്ച് രാമേട്ടൻ ചെവി വെച്ച് കൊടുക്കുമ്പോൾ ഒരു തുള്ളി ചാടുന്ന പാട്ടാണ് കേട്ടോ. അങ്ങനെ രണ്ടുപേരും കൂടി ഡാൻസ് കളിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ആരിനുള്ള ഫുഡ് രാമേട്ടൻ തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതേസമയം നമ്മുടെ ഗോമതി എല്ലാവർക്കുള്ള ഫുഡ് വിളമ്പുന്നുണ്ട്. പക്ഷേ ആകാശിനും മീനാക്ഷിക്കുള്ള ഫുഡ് വിളമ്പുന്നില്ല. അങ്ങനെ നമ്മുടെ എന്താണ് ബാലൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പറ്റുന്നില്ല കേട്ടോ. കാരണം വല്ലാത്തൊരു വിഷമം. കാരണം ആകാശും മീനാക്ഷിയുടെ പട്ടിണി കിടക്കുന്നത് കാര്യം ആലോചിച്ചിട്ട് മുമ്പിൽ തന്നെ അവർ നിൽക്കുവാണ്. ആ കാര്യം ആലോചിച്ചിട്ട് ബാലനാകെ വിഷമമുണ്ട്. ബാലൻ ഭക്ഷണം കഴിക്കാണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്ന ഭാഗത്തോടെയാണ് എപ്പിസോഡ് തീരുന്നത്. പക്ഷേ തിങ്കളാഴ്ചത്തെ പ്രൊമോവും കൂടി ഇതിൻ്റെ ഇടയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീട്ടിൽ എല്ലാവരെയും കയ്യിലെടുക്കാൻ വേണ്ടി മീനാക്ഷി ഇറങ്ങുവാണ്. കയ്യിലെടുക്കാനല്ല, മീനാക്ഷിയുടെ സ്വഭാവം അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മുടെ ബാലൻ്റെ അടുത്തേക്ക് മീനാക്ഷി പോകുന്നുണ്ട്. എന്നിട്ട് പറയണ്ടേ, ഹലോ അച്ഛാ, ഗുഡ് മോർണിംഗ് എന്ന് പറയുമ്പോൾ ബാലൻ മീനാക്ഷിയുടെ മുഖത്ത് വെക്കുക. എന്താ വെച്ചാൽ ഗുഡ് മോർണിംഗ് പറഞ്ഞാൽ തിരിച്ച് പറയില്ലേ എന്ന് ചോദിക്കുകയാണ്. അവർ ആ സമയത്ത് ബാലൻ മീനാക്ഷി നോക്കിയിട്ട് അങ്ങോട്ടേക്ക് പോവാണ്. അതിനുശേഷം നമ്മുടെ ഗോമതിയുടെ അടുത്തേക്ക് മീനാക്ഷി വരുന്നുണ്ട്. അമ്മേ, എന്താ ഞാൻ സഹായിക്കണോ അടുക്കളയിൽ? വേണ്ട എന്ന് ഗോമതി പറയുകയാണ്. അതെന്താ അമ്മേ, അമ്മ ദോശ ചുടുവല്ലേ, ഞാൻ സഹായിക്കാം എന്നൊക്കെ പറയുന്നു കേട്ടോ. ഗോമതി മൈൻഡേ ചെയ്യുന്നില്ല. എല്ലാവർക്കും എന്നോട് ദേഷ്യമാണല്ലോ എന്ന് പറഞ്ഞിട്ട് മീനാക്ഷി അപ്പുറത്തേക്ക് പോകുമ്പോൾ നമ്മുടെ അനുമോളുണ്ട്. അനുമോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അനുമോൾ തിരിച്ച് സംസാരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആകാശിൻ്റെ മീനാക്ഷിയുടെ പ്രണയ നിമിഷങ്ങളാണ്. മീനാക്ഷിന് ഒരു റൂമിൽ കൊടുത്തിട്ടുണ്ട് ഗോമതി കിടക്കാൻ വേണ്ടിയിട്ട്. ആ റൂമിലാണ് മീനാക്ഷി കിടക്കുന്നത്. പക്ഷേ ആകാശിൻ്റെ റൂമൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ. അങ്ങനെ ആകാശ് മീനാക്ഷിയെ കാണാൻ വേണ്ടി രാത്രി ജനലരികെ വരുന്നുണ്ട്. മീനാക്ഷി ആകാശിൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട്. അങ്ങനെ അവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവിലെ ആകുമ്പോഴേക്കും ആകാശിന് ഒരു കപ്പ് ചായ ആയിട്ട് മീനാക്ഷി പോകുന്നുണ്ട്. പോകുമ്പോഴൊക്കെ ആകാശം മീനാക്ഷിനെ പിടിച്ചിങ്ങനെ നിർത്തുക കേട്ടോ. ആ സമയത്ത് മീനാക്ഷി പെട്ടെന്ന് തന്നെ ആകാശിൻ്റെ കവിളിലൊരു ഉമ്മ കൊടുക്കുകയാണ്. പിന്നീടൊരു പാട്ടാണ് കേൾക്കുന്നത്. അങ്ങനെ വളരെ വലിയൊരു പ്രൊമോ ആണ് കാണിച്ചത്. അടുത്ത ആഴ്ചത്തെ ഫുൾ പ്രൊമോ ഇന്നത്തെ എപ്പിസോഡിൻ്റെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. ആ ഭാഗമാണ് ഞാനിപ്പോൾ പറഞ്ഞത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.